നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോയമ്പ് ദിവസത്തിൻ്റെ 5-ാം ദിവസമായി ഇന്ന് ചിന്തിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 2:28 റോമർ 3:8. അതിന് ചിന്താവിഷയം ആത്മവിമർശനത്തിൻ്റെ ശുദ്ധീകരണ യാത്ര. ആത്മവിമർശനമാണ് നോമ്പുകാല ചര്യകളിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ളത്. സത്യത്തിൻ്റെ സ്വരൂപം ദൈവവചനത്തിലൂടെയും യേശുവിലൂടെയും അനുഭവമാക്കിയവർ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇരുന്നാൽ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവർ തങ്ങളുടെ ദൈവമക്കൾ എന്ന വിളിയെ ദുഷിച്ചു കളയുകയും ചെയ്യുന്നു. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വലിയ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നവർ തങ്ങളെക്കാൾ ഉന്നതമായ ധാർമ്മികതയിലും സത്യത്തിലും ജീവിക്കുന്ന ഭാഗ്യമാ മനുഷ്യരാൽ നിരന്തരം ചോദ്യം ചെയ്യപ്പെടുകയാണ്. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് കാട്ടിയ വിശ്വാസധീരതയും ആത്മബലവും പ്രകടമാക്കാൻ ഇന്നും ദൈവവും സമൂഹവും നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. ഭാഗ്യമായ ചില അടയാളങ്ങളെ അതിൽ തന്നെ പൂർണ്ണതയുള്ളതായി കാണുകയില്ല. അവയുടെ ആന്തരികമായ അർത്ഥവും നിരന്തരമുള്ള അവയുടെ സംവേദനങ്ങളും സ്വീകരിക്കുകയാണ് ആവശ്യം. യഹൂദർ പരിച്ഛേദനയെ ദൈവത്തിന് തങ്ങളോടുള്ള ഉടമ്പടിയുടെ മുദ്രയായി കണ്ടിരുന്നു. ദൈവത്തിൻ്റെ നിയമം അവരുടെ ദേഹത്തിൽ നിത്യ അടയാളമായി അവർ സ്വീകരിക്കുന്നതാണത്. ദൈവസന്നിധിയിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമായി അതിനെ കാണുന്നതിനേക്കാൾ തങ്ങളുടെ ദൈവബന്ധത്തിലുള്ള പദവിയായാണ് അവർ അത് സ്വീകരിച്ചത്. ആന്തരികമായ അനുഭവമാകുന്ന പരിശുദ്ധാത്മ പ്രചോദനമാണ് ആത്മീക ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. പരിച്ഛേദന എന്ന യഹൂദ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പൗലോസ് ശ്ലീഹ അതുകൊണ്ടാണ് ഹൃദയ പരിച്ഛേദനയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ പദപ്രയോഗം ആവർത്തനം 30:6 നിന്ന് എടുത്തിട്ടുള്ളതാണ്. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അശുദ്ധിയെ ആളത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ അടയാളമായിരുന്നു പരിച്ഛേദനയെങ്കിൽ ഹൃദയത്തിലെ അന്വേഷങ്ങളെ അകറ്റി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. വികാര വിചാരങ്ങളുടെ ഉറവിടവും ഉൾച്ചേർന്ന പ്രവൃത്തികളുടെ പ്രചോദനവും ഹൃദയമാണ്. മുൻവിധികളും ദുരനുഭവങ്ങളും തഴമ്പിച്ചു കളയുന്ന ഹൃദയനിലങ്ങളുടെ കാഠിന്യത്തെ ഉഴുതുമറിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ് വചനവിത്തുകളെ സ്വീകരിച്ച് വളർത്തുന്നത്. അതിന് വിധേയപ്പെട്ടു കൊടുക്കുന്നതിലൂടെ മാത്രമാണ് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മ പ്രചോദനം സമൃദ്ധമായി ഉണ്ടാകുന്നുവെങ്കിലും അതിനെ പ്രതിരോധിക്കുന്ന മനോഭാവം മാറ്റിക്കളയാൻ ഈ നോമ്പുകാല ചര്യകൾ പ്രയോജനമാകണം. പ്രതിരോധ മതിലുകൾ തിരിച്ചറിയാനും അവ ഇടിച്ചു കളയാനും ബലം പ്രാപിക്കുന്നതാകണം നോമ്പുകാല ചര്യകൾ. വചനലഭ്യതയാണ് ആത്മീയ ജീവിതത്തിൻ്റെ വലിയ പദവി. യഹൂദരുടെ പദവി ന്യായപ്രമാണം അവർക്ക് ലഭ്യമായിരുന്നു എന്നതാണ്. ദൈവഹിതവും ദൈവിക ശൈലിയും നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവം തൻ്റെ മക്കൾക്ക് ശിക്ഷകൾ അയക്കാറുണ്ട്. ദൈവം നീതിമാനാകുന്നുവെന്നും അവൻ്റെ നീതി അവൻ്റെ മക്കളിൽ കാണപ്പെടണമെന്നും ഉള്ള ദൈവാഗ്രഹത്തെ വ്യക്തമാക്കുന്നവയാണ് ദൈവിക ശിക്ഷയുടെ നടപടികൾ. ശിക്ഷണങ്ങൾക്ക് വേണ്ടി ദൈവിക ശിക്ഷകൾ ഉപയോഗിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ബലഹീനതകളും ദൈവവിരുദ്ധതകളും കേവലം മനുഷ്യ സഹജമെന്ന് സമാധാനിച്ചു പോവുകയില്ല, ദൈവിക സ്വഭാവത്തിലേക്ക് വളരുകയാണ് ആവശ്യം. പാപത്തിൽ മനസാക്ഷി മൃതമായിരുന്ന ദാവീദിനെ നാഥൻ പ്രവാചകൻ സന്ദർശിച്ച് ദൈവിക ആരാധന നൽകിയപ്പോൾ ദൈവം നൽകിയ ശിക്ഷയെ ദൈവിക ശിക്ഷണമാക്കി സ്വീകരിക്കുകയും നിർമ്മലമായൊരു ഹൃദയം എന്നിൽ പുതുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തത് സ്മരണീയമാണ്. ദൈവവചനം നൽകപ്പെട്ടതിൻ്റെയും ദൈവാത്മാവ് പകരപ്പെട്ടതിൻ്റെയും പദവി ആത്മീക വളർച്ചയ്ക്ക് മുഖാന്തരമാക്കി അനുഭവങ്ങളെ തീർക്കുന്ന ചര്യകൾ നോമ്പുകാല ചര്യകളാക്കാനും കാൽവറിയിലെ യാത്ര തുടരാനും നമുക്ക് സഹായകരമാകട്ടെ. വചന വെളിച്ചത്തിൽ ആത്മവിമർശനം നടത്തി ശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഭാഗ്യപ്രതീകങ്ങളെ അതിൽ തന്നെ പൂർണ്ണതയുള്ളതായി കാണുന്ന അന്ധതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വചനത്താലും പരിശുദ്ധാത്മ കൃപയാലും നിരന്തരം ഞങ്ങളുടെ ഉള്ളങ്ങളെ പുതുക്കുന്ന ദൈവിക സംവേദനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.